അസ്സലാമലൈക്കും. ഇവിടെ സ്വന്തം ഹാജൂസ്. എൻ്റെ പൊന്നും മക്കളെ, ഇതുണ്ടല്ല പൊക്കി പറയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങോട്ട് തന്നാൽ മതി. നിങ്ങളൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇങ്ങോട്ട് തന്നാൽ മതി. ഇനിയിപ്പോൾ സബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടി നോക്കിയിട്ട് ഹാജൂസിന് സബ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ഈ മുരിങ്ങാക്കായ തോല് ചീന്തിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു കുഞ്ഞൊരു തക്കാളി, കുട്ടികളൊക്കെ കൂട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് കൂട്ടിയാൽ മതി. ഇത് നമ്മളിത് ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് മിക്സിൻ്റെ ആ പൊടിക്കണ ജാറിൽ ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അത് ഒതുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ലേശം നല്ല ജീരകം, ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ വേണ്ടിയ. ഇത് ഈ മുറിച്ച കഷ്ണങ്ങളുണ്ടല്ലോ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ഇത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. അടുപ്പത്ത് എന്ന് പറഞ്ഞാൽ ഗ്യാസ് മേലാണ് വെക്കണത്. നേരെ തീയിൽ കത്തിച്ചാൽ മതി. ഒരു ഗ്ലാസ്സിലത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അങ്ങോട്ട് മൂടിയിട്ട് കൊടുത്താൽ വേണ്ടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ വേണ്ടി. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു മുരിങ്ങാക്കായ എടുത്തിട്ട് കയ്യേറ്റ് നൗണ്ടി നോക്കിയാൽ തന്നെ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ഒലന്ന് കെടുക്കുകയാണ്. ഇതിലേക്ക് ഉണ്ടല്ലോ ലേശം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്നണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒതുക്കിയ തേങ്ങ അതിലേക്ക് കൗത്തി കൊടുത്താൽ ഒന്ന് വറവിടുക. ഒരു വറ്റൽമുളകും കടുകും വേപ്പിൻ്റെ നല്ല വെളിച്ചെണ്ണയിലുണ്ടല്ലോ ഒന്നണ്ട് വറവിട്ട് കൊടുത്താളി മക്കളെ. എന്തൊരു രസമാണ് വെച്ചിട്ടാണ്. ഇതിൻ്റെ പൊന്നും മക്കളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.